ഇറാൻ കപ്പലിന് കൊച്ചി തീരത്ത് അഭയം നൽകി എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയാണ്. ഈ മാസം 4-ന് ഐറിസ് ലവാൻ കൊച്ചി തീരത്ത് അടുപ്പിച്ചു. കഴിഞ്ഞ മാസം 28-ന് ഐറിസ് ലവാൻ എന്ന കപ്പൽ തീരത്ത് അടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുമതി ഇറാൻ തേടിയിരുന്നു. കപ്പലിൽ സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരത്തടുപ്പിക്കാൻ അനുമതി തേടിയത്. കപ്പലിലുണ്ടായിരുന്ന 183 പേരെ കൊച്ചിയിലെ നാവിക കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, സുപ്രധാനമായ വിവരമാണ് ഇറാൻ കപ്പൽ കൊച്ചി തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇതിലിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് നേരത്തെ കഴിഞ്ഞ മാസം 28-നാണ് ഇറാൻ അനുമതി തേടുന്നത്. ഈ കഴിഞ്ഞ 4-ാം തീയതി കപ്പൽ ഇവിടെ എത്തി എന്ന് പറയുമ്പോൾ ഈ കപ്പൽ എവിടത്തേക്ക് പോയതാണ്? അത്തരം തിരികെ പോകുമ്പോഴുള്ള യാത്രയിലാണോ ഈ കൊച്ചി തീരത്തേക്ക് ഈ കപ്പൽ അടുപ്പിച്ചത്? അത്തരം വിവരങ്ങളൊക്കെ ഉണ്ടോ? പ്രജിൻ, നിലവിൽ ഈ ഇറാന്റെ കപ്പൽ, അതായത് അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിനായി ഈ മേഖലയിൽ ഉണ്ടായിരുന്ന സമുദ്രമേഖലയിൽ ഉണ്ടായിരുന്ന ഇറാനിയൻ കപ്പലായിരുന്നു ഈ നിലവിലെ ഐറിസ് ലവാൻ എന്നുള്ളത്. എന്നാൽ ഈ കപ്പലിനൊരു സാങ്കേതിക പ്രശ്നം നേരിട്ടതോടുകൂടിയാണ് ഈ തീരത്ത് അടുപ്പിക്കാനുള്ള ഒരു അനുമതി ഇന്ത്യയോട് ഇറാൻ തേടുന്നത്. കഴിഞ്ഞ മാസം 28-നാണ് ഈ ഐറിസ് ലവാന് തീരത്ത് അടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇറാൻ ഇന്ത്യയോട് അനുമതി തേടിയത്. തുടർന്ന് മാർച്ച് 1-ന്, ഈ മാസം 1-ന് തന്നെ ആ അനുമതി കേന്ദ്ര സർക്കാർ നൽകുകയും കപ്പൽ കൊച്ചി തീരത്ത് അടുപ്പിക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കപ്പലിൽ സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഈ തീരത്തേക്ക് അടുപ്പിച്ചത്. കപ്പലിൽ ഉണ്ടായിരുന്നത് 183 പേരാണ് എന്നുള്ള ഒരു വിവരം കൂടി കേന്ദ്ര സർക്കാർ പങ്കുവെക്കുന്നുണ്ട്. ഈ 183 പേരെയും കൊച്ചിയിലെ നാവിക കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നൊരു കാര്യമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. എന്തായാലും അസ്വാഭാവികമായ ഒരു സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതിസന്ധിയിലോ പെട്ടുനിന്ന ഒരു കപ്പലല്ല, മറിച്ച് സാങ്കേതിക പ്രശ്നത്തെ തുടർന്നാണ് ഈ തീരത്തടുപ്പിക്കാനുള്ള അനുമതി തേടിയതെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇറാൻ കപ്പലിനാണ് ഇപ്പോൾ ഇന്ത്യ ഒരു അഭയം നൽകിയിരിക്കുന്നത്. അത് സുപ്രധാനമാണ് അച്യുതൻ. കാരണം ഇത് നിലവിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ടോ ഒന്നുമല്ല എന്നുള്ളത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. നമ്മൾ അത് ഇങ്ങനൊരു വാർത്ത സ്വാഭാവികമായിട്ടും പുറത്തു വരുമ്പോൾ ചില ആശങ്കകളൊക്കെ ഉണ്ടാകും. പക്ഷേ അത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. കാരണം നമ്മൾ കണ്ടതാണ്, 2 ദിവസം മുൻപാണ് ഈ പറയുന്ന പോലെ ശ്രീലങ്കൻ തീരത്ത് ഇറാന്റെ കപ്പൽ അമേരിക്ക മുക്കിയത്. അതിന് പിന്നാലെ മറ്റൊരു കപ്പൽ ഈ ഭാഗത്തേക്ക് വരുന്നു. ആ സമയത്ത് ശ്രീലങ്ക അതിന് തീരത്തേക്ക് അടുപ്പിക്കാൻ അനുമതി നൽകുന്നതൊക്കെ വാർത്തകളൊക്കെ പുറത്തു വരുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു ഇറാൻ കപ്പൽ ഇവിടെ കൊച്ചിയിൽ നങ്കൂരമിട്ടിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലായി. പക്ഷേ അത് 4-ാം തീയതിയാണ് എന്ന കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഇത് നേരത്തെ നടന്ന സംഭവങ്ങളാണ്. കഴിഞ്ഞ മാസം 28-നാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു അനുമതി ഇറാൻ തേടുന്നത് ഇന്ത്യയോട്. അങ്ങനെ ഈ ഭാഗത്തുള്ള ഒരു കപ്പലായതുകൊണ്ട് തന്നെ കൊച്ചിയിലെ അടുപ്പിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. നിലവിലെ സംഘർഷങ്ങൾക്ക് ഇതുമായി ബന്ധമില്ല എന്നതുകൊണ്ട് തന്നെ പറയാം. പക്ഷേ സ്വാഭാവികമായിട്ട് ഇത് വാർത്തയാകുന്നതും നിലവിൽ ആ സംഘർഷമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതും ഇറാന്റെ ഒരു കപ്പൽ കൊച്ചി തീരത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോഴാണ് അത് വാർത്തയാകുന്നത്. അങ്ങനെ തന്നെയല്ലേ അച്യുതൻ? തീർച്ചയായിട്ടും പ്രജിൻ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിലേറെ പ്രധാനപ്പെട്ടത്. യുദ്ധവുമായി ബന്ധപ്പെട്ട് അത്തരമൊരു പ്രതിസന്ധിയിൽപ്പെട്ടു നിന്ന ഒരു കപ്പലല്ല, മറിച്ച് സാങ്കേതിക പ്രശ്നം നേരിടുകയും തുടർന്നാണ് ഒരു തീരത്തേക്ക് അടുപ്പിക്കാനുള്ള അനുമതി ഇറാൻ ഇന്ത്യയോട് തേടിയതും. തുടർന്ന് മാർച്ച് 1-ന് ആ അനുമതി ലഭിക്കുന്നു. മാർച്ച് 4-ന് ഈ കപ്പൽ കൊച്ചി തീരത്ത് നങ്കൂരമിടുന്നു എന്നതാണ് കേന്ദ്ര സർക്കാർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ. നേരത്തെ ഈ ഐറിസ് നേരയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. ഒരു തരത്തിലുള്ള സഹായവും നൽകിയില്ല എന്നുള്ളത്. എന്നാൽ ഇന്നലെ നാവികസേന തന്നെ വ്യക്തമാക്കിയത് രക്ഷാപ്രവർത്തനത്തിനും മറ്റും ദൗത്യത്തിനായി നാവികസേനയുടെ കപ്പലുകളും അതുപോലെ തന്നെ നിരീക്ഷണ ഹെലികോപ്റ്ററുകളും ആ മേഖലയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. നിലവിൽ ശ്രീലങ്കയുമായി ഒരു ഏകോപനത്തോടുകൂടി രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്ന് നാവികസേന തന്നെ വിശദീകരിക്കുകയുണ്ടായി. തൊട്ടു പിന്നാലെയാണ് ഈ ഇറാന്റെ ഒരു കപ്പലിന് കൊച്ചി തീരത്ത് അഭയം നൽകിയ കാര്യം കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യങ്ങൾ പ്രതിസന്ധിയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന കാര്യവും ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാനായി കഴിയുന്നുണ്ട്. സാങ്കേതിക പ്രശ്നമാണ് കപ്പൽ തീരത്തടുപ്പിക്കാനുള്ള അനുമതി തേടുന്നതിലേക്ക് നയിച്ചത്. അതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ അടിയന്തരമായി തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ അനുമതി നൽകുകയും മാർച്ച് 4-ഓടുകൂടി കൊച്ചി തീരത്ത് നങ്കൂരമിടുകയും ചെയ്തു. എന്നാൽ 183 പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ആ 183 പേരും സുരക്ഷിതമായി കൊച്ചിയിലെ നാവിക കേന്ദ്രത്തിൽ അവരെ പാർപ്പിച്ചിരിക്കുന്നു എന്നതുകൂടി കേന്ദ്ര സർക്കാർ ഈ വിവരം പങ്കുവയ്ക്കുന്നുണ്ട്. സജിൻ, അച്യുതൻ, ഇത് എന്ത് ടൈപ്പ് ഷിപ്പാണത്? വാർഷിപ്പ് തന്നെയാണോ? അത്തരം വിവരങ്ങളൊക്കെ ഉണ്ടോ? കാരണം പലതരത്തിലുള്ള ഷിപ്പുകളുണ്ട്. അതിൽ ഈ പറഞ്ഞ ടാങ്കറുകളുണ്ട്, എണ്ണ ടാങ്കറുകളൊക്കെ ഉണ്ടല്ലോ. എന്താണ് അതിലൊരു കൺഫർമേഷൻ ഇന്ത്യ നൽകുന്നത്? ഇതൊരു വാർഷിപ്പാണോ? കേന്ദ്ര സർക്കാർ പങ്കുവയ്ക്കുന്ന വിവരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിനായി നിയോഗിച്ചിരുന്ന ഒരു ഷിപ്പാണ്, ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു ഇറാനിയൻ ഷിപ്പാണ്
കപ്പലാണ് എന്നൊരു വിവരമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പങ്കുവെക്കുന്നത്. മറ്റ് വിശദമായ വിവരങ്ങൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല. എന്തായാലും അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിനായി ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു ഇറാനിയൻ കപ്പൽ എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിവരങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ആ കപ്പലിനാണ് ഈ കൊച്ചി തീരത്ത് ഇപ്പോൾ അടുപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. നിലവിലിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കപ്പെട്ടോ അല്ലെങ്കിൽ നിലവിലെ പ്രതിസന്ധി മൂലമാണോ കപ്പൽ മടങ്ങാതെ കൊച്ചി തീരത്ത് തന്നെ കഴിയുന്നത് എന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത കൂടി വരേണ്ടിയിരിക്കുന്നു. എന്തായാലും അത് വരുന്ന മണിക്കൂറുകളിൽ തന്നെ ആ വിവരം ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രജിൻ, അച്യുതൻ, ഇത് എവിടേക്ക് അത് ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായി ഇതിന്റെ ഡെസ്റ്റിനേഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് പുറപ്പെട്ട് എങ്ങോട്ട് പോകുന്നു, അത്തരം വിവരങ്ങളിലേക്കൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് അത്തരം വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ടോ കേന്ദ്ര സർക്കാർ? പ്രജിൻ, അത്തരം വിശദമായ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വന്നിട്ടില്ല. നിലവിൽ ഈ കപ്പലിനെ നിയോഗിച്ചിരുന്നത് അത് അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിനായി ആയിരുന്നു എന്ന കാര്യം മാത്രമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഈ കപ്പലിന്റെ മറ്റ് ലക്ഷ്യങ്ങൾ എങ്ങോട്ടേക്കായിരുന്നു യാത്രയെന്നോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ദൗത്യത്തിനായി നിയോഗിച്ചതാണോ എന്ന കാര്യങ്ങളിലൊന്നും വിശദമായ വിവരം ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വന്നിട്ടില്ല. എന്തായാലും കപ്പൽ കൊച്ചി തീരത്തുണ്ടെന്നും അതിലുണ്ടായിരുന്ന 183 പേരും അവിടുത്തെ കൊച്ചി നാവിക കേന്ദ്രത്തിൽ അവരെ പാർപ്പിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്നത്. ഒപ്പം തന്നെ കപ്പലിന് നേരിട്ട് അത് ഒരു സാങ്കേതിക പ്രശ്നമാണ് എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കപ്പൽ ഇപ്പോൾ കൊച്ചി തീരത്ത് തന്നെ തുടരുകയാണ്. ഇതിപ്പോൾ കൊച്ചി തീരത്ത് നിന്ന് എന്ന് മടങ്ങും അല്ലെങ്കിൽ കപ്പലിന് പുറപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പോലും ഒരു വ്യക്തത നിലവിലില്ല. കാരണം ഈ മറ്റു മേഖലകളിൽ ആകെ പ്രതിസന്ധി, ഈ പശ്ചിമേഷ്യൻ മധ്യപൂർവേഷ്യ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇത് മടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരുന്ന മണിക്കൂറിൽ തന്നെ ഒരു വ്യക്തത ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഭീഷണി ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ടല്ലോ. അമേരിക്ക ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ കടുപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട്. എല്ലാ ഇറാനിയൻ കപ്പലുകളെയും നമ്മൾ സമുദ്രത്തിൽ മുക്കും എന്ന് നേരത്തെ ആ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ കപ്പൽ ഐറിസ് ലവാൻ എപ്പോൾ നമ്മുടെ തീരം വിടും എന്നൊന്നും ഇപ്പോൾ കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. നിലവിൽ ഇന്ത്യൻ അഭയത്തിലാണ് അതുള്ളത് എന്ന കാര്യം വ്യക്തവുമാണ്. ഞാൻ ഒന്ന് കൊച്ചിയിലേക്ക് പോകുന്നു. അച്യുതൻ തുടരുക. ഇപ്പോൾ ലാൽ കൃഷ്ണ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലാൽ, നമ്മുടെ തീരത്ത് കൊച്ചി തീരത്താണ് ഇപ്പോൾ ഇറാൻ കപ്പലിന് അഭയം നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അത്തരം കാര്യങ്ങൾ പുറത്തുവിടുന്നുണ്ട് വിവരങ്ങൾ. അറിയാൻ കഴിയുന്നത് 183 നാവികർ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ കൊച്ചിയിലെ നാവിക കേന്ദ്രങ്ങളിൽ വിവിധയിടങ്ങളിലായി അവരെ പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.